ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിരുന്നു, ലോങ് വീഡിയോ ആണ് ഇന്നിടുന്നത്. അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കാൻ നമ്മൾ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് അരിപ്പൊടി എടുക്കുക. എത്ര അരിപ്പൊടി വേണ്ടത് വെച്ചാൽ അത്ര എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ടത് വെച്ചാൽ അതിൽ കുറച്ച് അതിലേക്ക് ഉപ്പ് ഇടുക. ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിരുന്നു. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ആ അരിപ്പൊടിയിലോട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്നിച്ച് ഒഴിക്കരുതേ, കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഒന്നിച്ച് ഒഴിക്കാൻ പാടില്ല. പിന്നെ വെള്ളം ചൂടോടെ തന്നെ ഒഴിക്കണേ, തണിഞ്ഞു പോകാൻ പാടില്ല. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം എറിയെന്നാണ് തോന്നുന്നത്. അതെ ഗൈസ്, എനിക്ക് കുറച്ച് വെള്ളം ഏറിപ്പോയി. അപ്പോൾ വെള്ളം ഏറിക്കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കുന്നു വേണ്ട. നമ്മളുടെ അടുത്ത് അരിപ്പൊടിയില്ലേ, അരിപ്പൊടി കുറച്ച് ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ചൂടോടെയാണല്ലോ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൈ വെച്ച് ഒന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ കൈ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ആ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ തടവാം കേട്ടോ. അപ്പോൾ മാവ് ഏകദേശം ഇതുപോലെയാണ് കിട്ടേണ്ടത്. പത്തിമാവൊക്കെ ഇല്ലേ, അതുപോലെ കിട്ടണം നമുക്ക്. അപ്പോൾ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത് വേണം. അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ള ഫില്ലിങ്സിന് വേണ്ടിയാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അത് ഞാനൊരു പാൻ എടുത്ത് അതിലോട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ ആ വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് ശർക്കര, ഇപ്പം എൻ്റെ കയ്യിൽ ശർക്കരപ്പൊടിയാണുള്ളത്. നിങ്ങളുടെ കയ്യിൽ ക്യൂബാണെങ്കിൽ അതിട്ട് കൊടുക്കുക. ക്യൂബോ ശർക്കരപ്പൊടിയോ ഏതാ വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്രയാണോ മധുരം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി തിളയ്ക്കണം. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമല്ല എടുത്ത്, ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളമായി മാറണം. ശർക്കരയൊക്കെ ഇട്ട് നന്നായി തിളച്ച് അര ഗ്ലാസ് വെള്ളമായി മാറണം. ആ ടൈമിലാണ് നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളമായി മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തേങ്ങ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം. തേങ്ങ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ നിർത്താണ്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം. കാരണം അടി പിടിക്കും. അപ്പോൾ അടി പിടിക്കാണ്ട് നോക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ട് നിൽക്കണം. വെള്ളം വറ്റുന്നത് വരെ വെള്ളം നന്നായി വറ്റണേ. ഇതുപോലെ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇതുപോലെ വെള്ളമൊക്കെ വറ്റി ഒട്ടും വെള്ളം ഇല്ലാണ്ട് കിട്ടണം നമുക്ക്. ഇനി ഞാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട്.
ഇത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മാവിന് കുറച്ച് മാവെടുത്ത് ഒരു ബൗളാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുക. ആ നടുക്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങ ശർക്കരയടി ഉള്ളിലിടാനുള്ള ഫില്ലിങ്സ് ഇല്ലേ, അതിടാൻ പാകത്തിന് ഒരു വട്ടാക്കി എടുക്കണം. എന്നിട്ട് ആ തേങ്ങയുടെ ശർക്കരയടി അതിട്ട് കൊടുക്കുക, ഇട്ട് നിറച്ച് കൊടുക്കുക. എന്നിട്ട് മെല്ലെ അത് മൂടുക, മാവ് മേലേക്കാക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. വളരെ സിമ്പിളാണ്. ഇതുപോലെ ചെയ്തെടുക്കുക, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. നമ്മളെല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാതും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് 8 ബൗൾസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ആവിയിലാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇഡ്ഡലി തട്ടും സ്റ്റീമറും കൂടി ഒരുമിച്ചുള്ളതാണ്. പക്ഷെ ഞാൻ ഇഡ്ഡലി തട്ടിലാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം സ്റ്റീമറിൽ ചെയ്താലോ എന്ന് വിചാരിച്ച് സ്റ്റീമറിൻ്റെ അതൊക്കെ വെച്ചു ഞാൻ പ്ലെയിൻ തട്ട്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഇഡ്ഡലി തട്ടിൽ മാത്രമൊക്കെ ചെയ്യാറ്. ഞാനത് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇഡ്ഡലി തട്ട് വെച്ച് അതിലെല്ലാം നിരത്തി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനെല്ലാം ഇഡ്ഡലി തട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, നല്ല സിമ്പിളാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്.